നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ന് അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ രാത്രി ഇന്ത്യൻ സമയം 12:30 ഏറ്റുമുട്ടുകയാണ്. കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്നത്തെ കളി എങ്ങനെയായിരിക്കും എന്ന് കോച്ച് ലയണൽ സ്കലോനി വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതൊരു കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു മത്സരമായിരിക്കും. ഞങ്ങൾ ഏതൊക്കെ മേഖലകളിലാണോ ഏതൊക്കെ ആസ്പെക്റ്റുകളിലാണോ മികവ് കാണിക്കാതിരുന്നത് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കളിയിൽ ശ്രമിക്കും. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഗുഡ് ഷേപ്പിലാണ്, ഞങ്ങളൊരു ഗ്രേറ്റ് ടീമിനെയാണ് നേരിടാൻ പോകുന്നതെന്ന ബോധമുണ്ട്. ഞങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എതിർ ടീമിൽ ബെല്ലിംഗാം, കെയ്ന് പോലെയുള്ള സൂപ്പർ താരങ്ങളുണ്ട്. അവർ ഏത് കോച്ചും അദ്ദേഹത്തിൻ്റെ ടീമിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള താരങ്ങളാണ്, അതിൽ സംശയമില്ല. പക്ഷേ അവരെ ന്യൂട്രലൈസ് ചെയ്യാൻ ഞങ്ങളുടെ കഴിവ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ഞങ്ങൾ ചെയ്യും. അത്തരത്തിലൊരു മികച്ച പോരാട്ടം, കഠിനമായ പോരാട്ടമായിരിക്കും ഇന്നുണ്ടാവുക എന്ന് കോച്ച് ലയണൽ സ്കലോനി പ്രെഡിക്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം ടീം മോശമാണ് എന്ന തരത്തിൽ ചിലർ പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുക. ആളുകൾ പറയുന്ന പോലെ ടീം അത്ര മോശമല്ല. നോക്കുക, ഈ സ്റ്റേജിലേക്ക് ഞങ്ങൾ എത്തിയില്ലേ, അത് ചില കാര്യങ്ങൾ ശരിയായി ചെയ്താൽ മാത്രമേ വേൾഡ് കപ്പിൻ്റെ സെമിയിലൊക്കെ എത്തുകയുള്ളൂ. ഈ താരങ്ങളോട് എനിക്ക് വലിയ നന്ദിയുണ്ട്, നമ്മളെ വീണ്ടും ലോകത്തിൻ്റെ നെറുകയിലേക്ക് മികച്ച 4 ടീമുകളിൽ ഒന്നാക്കി മാറ്റിയതിന്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നല്ല രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില ഘട്ടങ്ങളിൽ അത് മതിയാവില്ല. എന്നാൽ ടീം ഇതുവരെ അക്കംപ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ വല്ലാതെ അഭിമാനം കൊള്ളുന്നു. പിന്നെ സെമി ഫൈനലിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഒരിക്കലും നമുക്ക് സെമിയോ ഫൈനലോ ഒന്നും സഫർ ചെയ്യാതെ എത്താൻ പറ്റില്ല. നിങ്ങൾ സുപ്പീരിയർ ആയിരിക്കണം വിജയിച്ച് കയറണമെങ്കിൽ. ഇൻഫാക്റ്റ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞങ്ങൾ എതിരാളികളെക്കാൾ കുറച്ചുകൂടി സുപ്പീരിയർ ആയിരുന്നു, എന്നിട്ടും ഞങ്ങൾ സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. വേൾഡ് കപ്പിൽ അഡ്വേഴ്സിറ്റീസിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് നമ്മൾ ഇവിടെ വരെ എത്തിയത് ഏറ്റവും വലിയ നേട്ടമാണ്. തീർച്ചയായിട്ടും ടീമിന് വളരെ വലിയ അംബീഷനുണ്ട്, ഡിസയറുണ്ട്. നമ്മൾ സാധാരണ കളിക്കുന്ന, നമ്മൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ അത് പുറത്തെടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്ലെയേഴ്സ് അത്തരത്തിലുള്ള പ്രകടനം നടത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാളത്തെ മത്സരത്തിൽ അത് കാണാൻ പറ്റുമെന്ന് കരുതുന്നു എന്ന് അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.